ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരയും പച്ചമാങ്ങയൊക്കെ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന, എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്നവരും ഉണ്ടാവും, എല്ലാവരും ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ ഒരു 25%, 100-ൽ ഒരു 25% ആളുകളെ ഈ ഒരു റെസിപ്പിയൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ട്രൈ ചെയ്യുന്നവരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എത്ര പേര് ഇപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ചക്കക്കുരു ആണ്. ഒരു 8-10 ചക്കക്കുരു എടുക്കുക. അതിൻ്റെ പുറത്ത് ആ ഒരു വൈറ്റ് തൊലി മാത്രം കട്ട് ചെയ്തിട്ട് ആ റെഡ് പോർഷൻ ചുരണ്ടി കളയില്ല കേട്ടോ. കുറച്ച് നീളമുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഈ ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 75% എബോവ് വെന്ത് വരുമ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. കാരണം ആദ്യം ഉപ്പിട്ടാൽ ചിലപ്പോൾ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷമാണ്. അപ്പോൾ ഒരു ചക്കക്കുരുവിന് 4ആയിട്ട് കട്ട് ചെയ്തു, നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചക്കക്കുരു ഒക്കെ ഒരു 80% 90% എബോവ് വെന്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ഒരു വലിയ മാങ്ങയുടെ അരമുറി തന്നെ തികച്ചെടുത്തിട്ടില്ല കേട്ടോ. പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം പുളി വേണം താനും. അപ്പോൾ എന്താ, മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നല്ല ഒരു പിടി ചീര കനം കുറച്ച് അരിഞ്ഞിട്ട്, അതിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിയുക. ബാക്കി നല്ല ചെറുതായിട്ട് നമ്മൾ തോരൻ്റെയൊക്കെ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്. മാങ്ങ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ അങ്ങ് ഒരുപാട് ഉടയണ്ട, എന്നാൽ നന്നായി വേവുകയും വേണം. ഞാനൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുക, അതുകൊണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മാങ്ങയും ചക്കക്കുരു ഒരുപാട് അങ്ങ് വെന്തുടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത്, ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ആയി കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചീരയാണ്. നല്ലൊരു 2 പിടിയോളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീര നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചുമന്ന ചീരയാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുക. പച്ചച്ചീര വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളറാകുമ്പം കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും അല്ലേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല 2 പിടി, നല്ല കൈ നിറച്ചെടുക്കുക കേട്ടോ, 2 പിടി. ഈ സമയത്ത് വെള്ളം ഒരുപാട് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചീര ചേർത്ത് കൊടുക്കുമ്പോൾ. കാരണം ചീര പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ചീരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് ശരിക്കും ഇതൊക്കെ ഒന്ന് കുഴമ്പ് പരുവത്തിലായി വരിക. ചീര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് തിളയ്ക്കണം ചീര ചേർത്തിട്ട്, എന്നിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്, നല്ല ജീരകമാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതിയാവും ചെറിയ ജീരകം. ചെറിയ ജീരകം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ ചിലർ വലിയ ജീരകമാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല കേട്ടോ, നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പീസിനെല്ലാം ചെറിയ ജീരകം തന്നെയാണ് നല്ലത്. ഒരു 3-4 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ചേർക്കുമ്പോൾ അതൊരു മസാല ടേസ്റ്റിലേക്ക് പോകുമല്ലോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയുടെ അളവ് കൂട്ടാതെ പച്ചമുളകിൻ്റെ അളവ് വേണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാനാട്ടോ. മുളക് പൊടി ആയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഒരു 3-4 ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. തോരൻ്റെ പരുവല്ല, തോരനേക്കാൾ ഒരു ഇത്തിരി കൂടി അരയണം, എണ്ണ അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ എന്താ നമ്മുടെ ചീരയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിലിതാ ഈ ഒരു പരുവമായിരിക്കും. ഈ ഒരു പരുവാവുന്ന സമയത്ത് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ചതച്ചെടുക്കുക പാടുള്ളൂ, തോരനേക്കാൾ കുറച്ചുകൂടി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഈ ഒരു പരുവായിരിക്കണം നമ്മുടെ അരപ്പ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഒതുക്കി വയ്ക്കാം, നന്നായിട്ടൊന്ന് ഒതുക്കി വയ്ക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഒരു ഇത്തിരി നേരം അടച്ചു വെച്ചോളൂ. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. വെള്ളമൊക്കെ ഇത്തിരി കൂടെ ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. വെള്ളം തീരെ ഉണ്ടാവാതെ ഇരിക്കരുത്. ആ അരപ്പ് ചേർക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളം എന്തായാലും അതിലുണ്ടാവണം. അപ്പോൾ എന്താ എല്ലാം കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട്, ഒന്ന് ജോയിൻ്റായി വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു പരുവമായിരിക്കണം കേട്ടോ. മാങ്ങയൊക്കെ അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം, ആ ഒരു പരുവം. ഇനി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അങ്ങനെയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ എണ്ണയൊഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ഈ ഒരു പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൂടി ചേരുമ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതായത് ചക്കക്കുരു മാങ്ങ ചീര അവിയലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടേക്ക് ഇതിന് അവിയലെന്നാണ് പറയുക, ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മാങ്ങയുടെ പുളി അങ്ങ് ഒരുപാട് കൂടരുത്, എന്നാൽ അത്യാവശ്യം നല്ല പുളി വേണം താനും. ആ ഒരു പരുവം കൂടാനും പാടില്ല, എന്നാൽ പുളി അറിയാൻ വേണം. ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വേണം കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചീര ആണെങ്കിലും ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പോൾ ചീര അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ചീര, ചക്കക്കുരു, മാങ്ങ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ചീര ഇല്ലയെന്നുണ്ടെങ്കിൽ ചീര മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. കാരണം ഇപ്പോൾ മാങ്ങ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ചീര വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ. 3-4 വീഡിയോസൊക്കെ ആയിട്ട് അടുപ്പിച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.